ദേശീയപാത 66-ൽ വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ ടോൾ പിരിവ് പുതുവർഷ പിറവിയിൽ തുടങ്ങും. ടോൾ നിരക്കിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അനുമതി നൽകിയതോടെയാണ് ടോൾ പിരിവ് തുടങ്ങാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചത്. ടോൾ നിരക്ക് 2 ദിവസത്തിനകം വിജ്ഞാപനം ചെയ്യും. നെല്ല് സംഭരണത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. നെല്ല് സംഭരണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. വിളവെടുപ്പ് സീസൺ തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. ജനുവരി 5-നാണ് യോഗം. സംഭരണ വില തൊട്ടടുത്ത ദിവസം തന്നെ നൽകുന്നതിൽ യോഗം തീരുമാനമെടുക്കും. ചരിത്രപരമായ നാഴികക്കല്ല് പിന്നിട്ട് കേരളത്തിലെ ബാങ്കിംഗ് മേഖല. ആദ്യമായി സംസ്ഥാനത്തെ ബാങ്കുകളിലെ പ്രവാസി നിക്ഷേപം 3 ലക്ഷം കോടി രൂപ കടന്നു. 2025 സെപ്റ്റംബർ 30 വരെയുള്ള കണക്കനുസരിച്ച് 3,3464.57 കോടി രൂപയാണ് പ്രവാസി നിക്ഷേപം. സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാരുടെ വേതനം 1 മാസത്തിനുള്ളിൽ പരിഷ്കരിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കും. ഇപ്പോഴുള്ള വേതനത്തിൽ 60% വരെ വർധനയ്ക്കാണ് ശുപാർശ. ശനിയാഴ്ച സ്വകാര്യ ആശുപത്രികളുടെ വ്യവസായ ബന്ധ സമിതി യോഗത്തിൽ വേതന പരിഷ്കാരം 1 മാസത്തിനുള്ളിൽ വിജ്ഞാപനം ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചിരുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ന്. ചർച്ചകൾ സ്ഥിരം ഉടമ്പടിയിലേക്ക് നയിക്കുമോ എന്ന് വ്യക്തമല്ലെങ്കിലും തർക്ക വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സെലൻസ്കി വ്യക്തമാക്കി. ട്രംപിന്റെ ഫ്ലോറിഡയിലെ വസതിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച.